ഇന്നത്തെ ഒരു യാത്ര നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ അവിടെ നിന്ന് വെസ്റ്റത്തെ റൈറ്റ് ചൊക്കന ഒരു 11 കിലോമീറ്റർ ഉണ്ടാവും ചൊക്കനേക്ക്. പക്ഷേ പോകുന്നിടത്തെല്ലാം റബ്ബർ തോട്ടങ്ങൾ, ഒരു രക്ഷയില്ലാട്ടാ. എന്താ കാരണം വെച്ചാൽ നമ്മൾ പോകുന്നിടത്തെല്ലാം പിന്നെ എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ ബോർഡുകളെല്ലാം കാണും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ തോട്ടങ്ങളെല്ലാം ഇപ്പുറത്തെ റോഡും ആ റോഡിൻ്റെ അപ്പുറത്തെ റബ്ബർ ഇപ്പുറത്തെ റബ്ബറും തമ്മിൽ കൂട്ടിമുട്ടിക്കുക. അപ്പോൾ പോകുന്നിടത്തെല്ലാം റോഡുകളെല്ലാം തണവായിരിക്കും. പിന്നെ അവിടെ പോകുന്നതെല്ലാം മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൊക്കനേര ഭാഗത്തേക്ക് പോകുന്ന വഴികളെല്ലാം പോകുമ്പോൾ പ്രധാനപ്പെട്ട കൃഷിയാണ് അവരെ ഈ പശു വളർത്തലും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോകുന്നിടത്ത് ഒരു 2-3 കണ്ടു, ഒരു രസമുണ്ട് കാണാൻ. പിന്നെ ഈ പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂത്തിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പൂത്തിക്കുന്നുണ്ട്. റോട്ടിലെല്ലാം ആ ചോപ്പ് കൊണ്ട് അങ്ങോട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂത്തിക്കുന്ന ടൈമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നേരെ അവിടെ നിന്ന് എടുത്തു. ആ വഴി ഒരു രക്ഷയില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. 2 ഭാഗത്തും ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് 2 റോഡ് അങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടിമുട്ടിയിട്ട് ഇത്. പിന്നെ നമുക്ക് ഫസ്റ്റ് സൈറ്റിങ് കിട്ടിയത് മയിലിനെ കേട്ടോ. മയിൽ ഒരു റബ്ബറും തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാം. മയിൽ നിറച്ച് മയിലാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ 1-2 കുറേ കണ്ടു. അപ്പോൾ ഫസ്റ്റത്തെ സൈറ്റ് കിട്ടി. നേരെ ഞാൻ വണ്ടി എടുത്ത് അവിടെ എത്തി. നമ്മുടെ ഈ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലം എത്തുമ്പോൾ അന്നൊക്കെ പോകുന്ന ടൈമിൽ വെള്ളം കുറവായിരുന്നു. ഇപ്പോൾ വെള്ളം നല്ല രീതിയിലുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് അത് കാണാനായിട്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീ കഴിഞ്ഞാൽ നിറച്ച് മയിൽ എന്ന് വെച്ചാൽ നിറച്ച് മയിൽ. അത് 5-8 മുകളിലുണ്ട്. എന്ന് വെച്ചാൽ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിൽ അകലാണ്. അവരെന്ന് വെച്ചാൽ നമ്മൾ ഇരുത്തിക്ക് വരുമ്പോൾ പറന്നു പോവാണ്. അപ്പോൾ ആൺമയിലും പെൺമയിലൊക്കെ ആയിട്ട് ഒരു 5-8 ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വശത്തെ നമ്മുടെ തൂക്കുപാലം ഉണ്ട് കേട്ടോ. ഈ പാലത്തുമ്മ കയറി നമ്മൾ ശ്രദ്ധിക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങൾ ഒക്കെ പൊട്ടി ഒക്കെ കുറേ എടുക്കുന്നുണ്ട്. ചില മരങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ പിന്നെ പേടിക്കാമല്ല. എന്താ വെച്ചാൽ സെൻറ്ററിൽ കൂടെ ഒരു കമ്പി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇരുമ്പാണ്. ഒരു 2-3 സൈഡിൽ മാത്രമാണ് ഈ പലകളൊക്കെ വെച്ചിട്ടുള്ളത്. ആ പലകയുടെ സെൻറ്ററിൽ അവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ആ പാട്ട കീറിയിട്ട് നേരെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഭയങ്കര ഫാമിലിയൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായി പേടിച്ചു. പിന്നെ നമ്മൾ ആ കമ്പിയുമൊക്കെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ കമ്പിയിൽ ഈ ചെറിയ കമ്പികളൊക്കെ ഇങ്ങനെ പൊന്തിക്കണം. അപ്പോൾ നമ്മൾ ഈ പേടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഈ കമ്പിയുമ്പോൾ പിടിച്ചടക്കുമ്പോൾ ഈ കമ്പി നമ്മുടെ കയ്യുമ്പോൾ കുത്തി കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ആ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഭംഗി കേട്ടോ. ഭയം വ്യൂ ഒക്കെ കണ്ട എന്ത് രസമല്ലേ. ചൊക്കനേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഏകദേശം ഇനിയൊരു 6 കിലോമീറ്ററുണ്ട് അവിടെ എത്താനായിട്ട്. എന്നാലും എന്ത് മനോഹരമല്ലേ. ആഹാ, എനിക്കൊരാഗ്രഹം ഇതിനെക്കുറിച്ച് ഓൺ വോയിസ് പറയണമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒന്നും കൂടി എനിക്കിത് കാണാനായിട്ടുള്ള ഒരു ഇത് മാത്രമല്ല, ഇത് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വേറെ ഒരു പാലമുണ്ട്. പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ പോകുമ്പോൾ പിന്നെ കുറേ പശുക്കൾ കിട്ടുക. എന്ന് വെച്ചാൽ സമയം ഞാനവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 3 മണി 3:15 അപ്പോൾ അവരെ ഓൾറെഡി അയച്ചിട്ടാണ് തീറ്റിക്കണത്. അപ്പോൾ അവർ ആ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരായ സ്ഥലങ്ങളിലേക്ക് അവരായിട്ട് വന്നുകൊണ്ടിരിക്കണ നേരാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല കാറ്റും മഴ അവിടെ പെയ്തുള്ളതുകൊണ്ട് റബ്ബർ 2 ദിവസം മുന്നേ ഒടിഞ്ഞ് വീണെന്നാണ് അവിടെ ആൾക്കാർ പറഞ്ഞത്. പിന്നെ അവിടെ നമ്മളൊരു ആ ചൊക്കനേക്ക് പോകുമ്പോൾ ആ വളവിൽ തന്നെ ആയിട്ട് നല്ലൊരു ചായക്കടി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നേരെ ഈ പാലം കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അടുത്തൊരു വീഡിയോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയൊരു വീഡിയോ തന്നെ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ. മറക്കല്ല.